ഫിജി രാജ്യതലസ്ഥാനത്ത് വലിയ സംഘർഷം നടക്കുകയാണ്. ജന്തർ മന്ദറിന് മുന്നിൽ സമരം ചെയ്ത പാറ്റ പാർട്ടി, കോക്രോച്ച് പാർട്ടി പ്രതിനിധികളെ പോലീസ് അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കണ്ണീർവാതകം പ്രയോഗിക്കുന്നു, കൂട്ടം നിലവിളികൾ ഉയരുന്നു. അതായത് ഒരു തരത്തിലുള്ള ഒരു അനുതാപമോ അനുനയമോ ഇല്ലാതെ ഈ പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് തല്ലി ഓടിച്ച പ്രദേശം ക്ലിയർ ചെയ്യുക എന്ന നയത്തിലേക്ക് അവിടെ പോലീസ് മാറുകയും അതിനിടയിൽ അഭിജിത് ദീപ്കയെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തകൾ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ കൈകാര്യം ചെയ്യപ്പെടേണ്ടവരാണോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും അതിന് അവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളും? അതാണ് ആദ്യത്തെ ചോദ്യം. ഇത് ഒരിക്കലും അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടവരല്ല. കാരണം അവരെ കേൾക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി നേതാക്കൾ കൂടിക്കാഴ്ച, കോക്രോച്ച് പാർട്ടി നേതാക്കളൊക്കെ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടില്ല. JP നദ്ദ അത് കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഉറപ്പും ഈ യുവാക്കൾക്ക്, കോക്രോച്ച് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്താണോ ലക്ഷ്യം വെച്ചത്, ഉന്നം വെച്ചത്, അത് നേടിയെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നീറ്റ് എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഇപ്പം മറ്റു നടപടികളുമായി നീറ്റ് മുന്നോട്ട് പോകുന്നു. ഒപ്പം അതിനുശേഷം ഈ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാം എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ. അതിന് പിൻബലമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ്, ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാകുന്നത്. നീറ്റ് ചോർച്ചയെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പേപ്പർ ലീക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും അതിനെ അപലപിച്ചു എങ്കിലും ഈ യുവജനങ്ങൾ നടത്തുന്ന സമരത്തോട് കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പവൻ ഖരെയൊക്കെ സമരപ്പന്തലെത്തി കണ്ടിരുന്നു. വളരെ വൈകിയാണ് എത്തി കണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ പലപ്പോഴും ഈ തരത്തിൽ, അല്ലെങ്കിൽ ഈ യുവജനങ്ങൾ അർഹിക്കുന്ന ഒരു വിധത്തിലായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊക്കെ ഒരു ചടങ്ങ് പോലെ കഴിഞ്ഞു പോയി എന്ന് മാത്രമാണ്. കാരണം യുവജനങ്ങളാണ്, അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ യുവാക്കളോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമൊക്കെ രാജ്യവ്യാപകമായി ഉയർന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഒക്കെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മാറിയത്. രാഹുൽ ഗാന്ധിയൊന്നും തുടരെയുള്ള ഒരു പ്രതിഷേധവും പ്രതികരണവും ഇക്കാര്യത്തിൽ നടത്തിയതായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ദുർബലമായി ഈ ഒരു CJP എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം അടിച്ചൊതുക്കാൻ പറ്റിയ നിമിഷമാണ്. ഒരുപക്ഷെ ഈ ഒരു പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ അവിടെ സമാധാനമായി പ്രതിഷേധം നടത്തുകയാണെങ്കിൽ, അത് അങ്ങനെ തന്നെ തുടരുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പോലീസ് നടപടിയിലേക്ക് ഇപ്പോൾ പോകില്ലായിരുന്നു. പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. ഇന്ന് പാർലമെന്റ് ചേർന്ന ദിവസമാണ്, മഴക്കാല സമ്മേളനം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയം പോലീസിന്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് എടുത്തു കാട്ടാനുണ്ടായിരുന്നു. ഇവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. അപ്പോൾ അത് കണക്കാക്കി ഇത് അലങ്കോലപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ചിന്നിച്ചിതറിക്കുക, അവരെ സമരപ്പന്തൽ അഴിച്ചു മാറ്റിയിരിക്കുന്നു. തീർച്ചയായും അവരെ കേൾക്കാതെ, അവരുടെ ന്യായങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെയുള്ള ഈ പ്രവർത്തനം തീർത്തും ഉചിതമായ ഒരു കാര്യമല്ല. ഇത്തരത്തിൽ വളരെ നിഷ്ഠൂരമായി ഈ ഒരു പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതല്ല, രാജ്യത്തെ യുവജനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളായിരുന്നു പ്രധാനമായി കാണേണ്ടത്. അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം രൂപപ്പെട്ടു വരാനും അതേക്കുറിച്ച് പ്രചാരണം നടത്താനും അതിന്റെ പേരിൽ സംഘടിക്കാനും കഴിയും, അല്ലെങ്കിൽ അതിനിവിടെ ആളുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്തവർ നോക്കുക, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, തെക്കൻ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ട്. പ്രകാശ് രാജിനെ പോലെയുള്ള സെലിബ്രിറ്റികളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ,
അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡ് ലൈൻസോ ഇല്ലാതെ ജനങ്ങൾ സംഘടിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തി എന്നുള്ളത് അത്രത്തോളം പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് ഉള്ളതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ വിഷയമായി കാണുന്നില്ല. പക്ഷേ യുവജനങ്ങൾ അവരുടെ വിഷയമായി അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രശ്നമായി അവർ അത് കണ്ടു എന്നുള്ളതാണ്. കാരണം അവരാണ് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു കൂടുതൽ ആശങ്കകൾ അവർക്ക് മാത്രമാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ ഈ രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല എന്ന് തോന്നിപ്പോകും. ചില പേരിൽ ചില പ്രസ്താവനകൾ നടത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നല്ലാതെ ഇതുപോലെ നിരാഹാരം ഇരുന്ന് പോരാടാൻ ഒരു സോനം വാങ്ചുക്ക് വേണ്ടി വന്നു അല്ലെ? അത്തരത്തിൽ പാർട്ടി ലീഡേഴ്സും CJP നേതാക്കളും ഒക്കെ അതിൽ പങ്കെടുത്തു. പക്ഷേ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇത് പറഞ്ഞതുപോലെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ഇവർക്ക് സംഘടിക്കാനും ജനങ്ങൾക്ക് സംഘടിക്കാനും ഒരിടത്ത് ഒത്തുകൂടാനും പ്രതിഷേധിക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ BJPയുടെ പ്ലാറ്റ്ഫോംസിലേക്കാട്ടിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് കൂടുതൽ ഫോളോവേഴ്സ് വരുന്നു, റീച്ച് വരുന്നു, അവരുടെ ആശയങ്ങൾ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാലത്ത് ഡിജിറ്റൽ കാലത്ത് അത് സാധ്യമാണ്. പക്ഷെ അത് എത്ര നാൾ തുടർന്നുകൊണ്ട് പോകാൻ പറ്റും എന്നൊരു ചോദ്യചിഹ്നം ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവർക്ക് സംഘടിക്കാനും ഒത്തുകൂടാനും മറ്റും ഒരുപക്ഷെ ഇവർ ജോലി ചെയ്യുന്നവരായിരിക്കാം, പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം. നമുക്ക് ആ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അറിയാം അവർക്ക് അതിലൊക്കെ പ്രതിസന്ധി നേരിടും. ചിലപ്പോൾ കേസുകൾ വരാം, നേരിടും. അപ്പോൾ ഇതെങ്ങനെ തരണം ചെയ്യും? പിന്നെ ഇവർക്ക് താമസവും അല്ലെങ്കിൽ ഭക്ഷണവും ഒക്കെ മറ്റു കാര്യങ്ങളുണ്ട്. ഈ പ്രതിഷേധം ഇങ്ങനെ കൂട്ടത്തോടെ തുടർന്നാൽ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയില്ല. എല്ലാം ഒരു ഇടത്തരം സാധാരണ കുടുംബത്തിൽ നിന്നിരുന്ന കുട്ടികളൊക്കെ ആണല്ലോ ഇതൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ ഇല്ലാത്തവരായിരിക്കും. അവരുടെ ചെറിയ ജോലി ചെയ്യുന്നത് മുടങ്ങും, മറ്റു തരത്തിലുള്ള പഠിത്തങ്ങൾ മുടങ്ങും ഒക്കെ ചെയ്യും. അപ്പോൾ പിന്നെ സാമ്പത്തികമായ ഒരു പിന്തുണ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടന്നു പോകും. സാമ്പത്തികമായി പിന്തുണ ഈ പ്രതിഷേധങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇവർക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ നേരത്തെ ആരോപണം ഉയർന്നു ഇവർക്ക് പുറത്തുനിന്ന് ഫണ്ട് ചെയ്യപ്പെടുന്നു. അപ്പോ ഇത്തരത്തിലുള്ള പ്രതിഷേധം വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ ഇതൊക്കെ വലിയ പ്രശ്നമായി മാറി ആദ്യം തന്നെ കടുത്ത വിമർശനം ഈ പ്രതിഷേധക്കാർക്ക് നേരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പക്ഷേ അവരുടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് സംഘടിക്കാനാവും, ഒരു പ്രതിഷേധം ശക്തമായി അറിയിക്കാനാവും. ഇത് ഞാനിപ്പോൾ നോക്കുകയായിരുന്നു, രാവിലെ വാർത്ത ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ അന്തർദേശീയ ചാനലുകൾ പോലും വളരെ ഗൗരവത്തോടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. BBC, അൽ ജസീറയും ഒക്കെ രാജ്യത്തെ ഇന്ത്യയിലെ യുവജനങ്ങൾ, കുട്ടികൾ ഇങ്ങനെ തെരുവിലാണ് എന്നുള്ള വാർത്ത അവർ ഈ രാജ്യാന്തര മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് സ്ഥിതിയിൽ ഈ പ്രതിഷേധം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. ഇവിടെ വരുന്നു എത്തിക്കരുതായിരുന്നു. ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് വേണ്ട ഉറപ്പുകൾ കൊടുത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ നേരിട്ട് ഇവരുടെ നേതാക്കളുമായി ഈ വിദ്യാർത്ഥികളുമായി ഒന്ന് സംവദിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒന്നും രാജ്യത്തെ ജനങ്ങളോടോ പ്രതിഷേധക്കാരോടോ ഒന്നും സംസാരിക്കാനോ സംവദിക്കാനോ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. ഇപ്പൊ ഇതില് ഈ പറയുന്ന ആളുകൾക്കെതിരെ, സമരം നടത്തുന്നവർക്കെതിരെ ഉയർന്നു വരുന്നൊരു വലിയ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇവര് രാജ്യദ്രോഹികളാണ് എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന, അതായത് സംഘപരിവാർ ഐഡിയോളജിയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള പ്രൊഫൈലുകളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകം ഞാൻ വായിക്കാം. ഈ രാജ്യത്തിനെതിരെ വിദേശികളുടെ പണം വാങ്ങി അവർക്കായി പാറ്റയായും കീടമായും വേഷം കെട്ടി അഴിഞ്ഞാടുന്ന രാജ്യദ്രോഹികളും അതിനെ തലയിലേറ്റി അമ്മാനമാടുന്ന മാപ്രകളും സത്യമറിഞ്ഞാലും കള്ളക്കഥയിൽ വിശ്വസിക്കുന്ന കുറെ ആളുകളും എന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെ പൊതുവിൽ BJP വിശേഷിപ്പിക്കുന്നത്. അപ്പം ഒരു വശത്ത് യുവാക്കൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടുണ്ടാകുന്നു. മറുവശത്ത് ഈ സമരം ചെയ്യുന്ന ആളുകളെ രാജ്യദ്രോഹികളെന്നും വിദേശ ഫണ്ട് സ്വീകരിച്ച് സമരം നയിക്കുന്ന, രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരെന്നും പറഞ്ഞ് ഒരു വലിയ വിഭാഗം, BJPയുടെ IT സെൽ എന്ന് പറയുന്ന ചെറിയ സംവിധാനമല്ല, രാജ്യത്തെ കോടാനുകോടി ആളുകളുടെ കൈകളിലേക്ക് ക്ഷണനേരം കൊണ്ട് ഒരു വിവരം കൈമാറാൻ പര്യാപ്തമായ സംവിധാനം തന്നെയാണ്.
അവർ ഈ വിധത്തിൽ ഈ ആളുകളെ മുദ്ര കുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള സമരങ്ങൾ ഉണ്ടാകരുത്, ജനങ്ങൾ പ്രതിഷേധിക്കരുത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കോക്രോച്ച് ജനതാ പാർട്ടി ഇതൊരു ഫാസിസത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലും ഈ അടിച്ചമർത്തലിനെ വിശേഷിപ്പിക്കുന്നത്. ആ നിലയിൽ ഇതിനെ കാണാമോ? ഇത്തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഈ പ്രതിഷേധത്തെ കോക്രോച്ച് ജനതാ പാർട്ടിനെ ഒക്കെ വിശേഷിപ്പിച്ചത് ഡിസ്ട്രപ്റ്റീവ് എലമെന്റ്സ് എന്നാണ്. അതായത് ഒരു സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടാക്കാൻ, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ, അത്തരത്തിലെ ഘടകങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. ഇപ്പോൾ സംഘപരിവാർ അത്തരത്തിലുള്ളവർ ഈ കാര്യങ്ങൾ, സന്ദേശങ്ങൾ ഇവർക്കെതിരെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഉപരിപ്ലവമായ കാര്യങ്ങൾ പറഞ്ഞു പോകാതെ അവർ വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരുണ്ടല്ലോ. അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. കണ്ടെത്തി ആ വാർത്ത സോഷ്യൽ മീഡിയ കൂടി വിടട്ടെ, അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ വിടട്ടെ. അപ്പോ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവർ പറയുന്നത് എന്താണ്? രാജ്യത്തിന് എന്താണ് ദോഷമായി വരുന്നത്? ഇപ്പോൾ ഇത്തരത്തിൽ പ്രചാരണം ഇവർക്കെതിരെ നടക്കുമ്പോൾ ഇവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നീറ്റ് പേപ്പർ ചോർന്നില്ലേ? അതൊരു വസ്തുതയല്ലേ? അതിനെതിരെ എന്ത് അന്വേഷണം വന്നിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? ഏതാനും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചോ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നില്ല, വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കുന്നില്ല. അപ്പോ ഇത് ചെറിയ കാര്യമല്ല. രാജ്യത്തെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നതാണ്, രാജ്യത്തിനകത്തും പുറത്തും. നമ്മുടെ വിദ്യാർത്ഥികൾ രാജ്യത്തിന് പുറത്തും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എഴുതുന്ന പരീക്ഷയാണ് ഇത്. ഇത്രയും അധികം യുവജനങ്ങൾ, എത്ര ആത്മഹത്യകൾ നടന്നു? 93 കണക്ക്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ കണക്കാണ്. അത്തരത്തിൽ എത്രയോ മരണങ്ങൾ ഉണ്ടായി ഈ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ. അപ്പോ ഇതാണ് യഥാർത്ഥ വസ്തുത. ഇത് കണക്കിലെടുക്കാതെ ഒരു പ്രതിഷേധത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അവരെന്തെങ്കിലും അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് എലമെന്റ്സ് അതിലുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചാൽ ആ കാര്യം വളരെ വസ്തുനിഷ്ഠമായി പുറത്തു കൊണ്ടുവരണം. അതിനുള്ള ഉത്തരവാദിത്വം കൂടി, ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഉണ്ടാകണം. രാജ്യത്ത് ഇനി ജനകീയ സമരങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ സമരത്തെ ഈ വിധത്തിൽ അടിച്ചമർത്തിയത്? ഇനി അങ്ങോട്ട് ജനങ്ങൾക്ക് സംഘടിക്കാനോ ഭരണഘടനാപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നതിന്റെ അടയാളമായിട്ട് ഇതിനെ കാണാമോ? ഈ യുവജനങ്ങളുടെ പ്രതിഷേധത്തെ എല്ലാ ഭരണകൂടങ്ങളും വളരെ ആശങ്കയോടെയാണ് ഇത് കണ്ടിട്ടുള്ളത്. അത് രാജ്യത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തും യുവജനങ്ങൾ ഒരു രാജ്യത്ത് ഇതുപോലെ ഒന്നിച്ച് സംഘടിച്ചാൽ അത് വലിയ പ്രശ്നമായി കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇതിന്റെ എത്രയോ, അല്ലെങ്കിൽ സർക്കാർ, പോലീസും പട്ടാളവും ഒക്കെ തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്കൊക്കെ പോയി മരണങ്ങൾ വരെ സംഭവിച്ചു, എത്രയോ മരണങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ യുവജനങ്ങളുടെ പ്രതിഷേധം പെട്ടെന്ന് പിടിച്ചു നിർത്താനാവില്ല. അതുപോലെ ജനങ്ങൾ ഒന്നായി തെരുവിലിറങ്ങിയാൽ അതിനെ തടയാനും കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ CJP ഒക്കെ സമരം ചെയ്യുന്നത് തീർത്തും ഒരു ഗാന്ധിയൻ മാർഗത്തിലാണ് എന്ന് തന്നെ പറയാൻ ഒരു പ്രകോപനം ഉണ്ടാക്കിയതായി ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പോലീസുകാരുടെ കാല് പിടിക്കുന്നതാണ് ഞാൻ പടം കണ്ടത് തന്നെ. അപ്പോ ഇപ്പോഴായാലും ഈ ഒരു പോലീസ് ലാത്തിചാർജും കാര്യങ്ങളും വരുമ്പോൾ തിരിച്ച് പോലീസുകാർക്ക് എന്തെങ്കിലും പരിക്കേറ്റതായോ അത്തരത്തിൽ കൂടുതൽ അത്യാഹിതങ്ങൾ സംഭവിച്ചതായോ ഒന്നും വിവരം ലഭ്യമായിട്ടില്ല, അക്രമാസക്തമായിട്ടില്ല. അപ്പോഴും അവർ സംയമനത്തോടെ അതിനെ നേരിട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇവരിൽ നിന്ന് ഒരു തീപ്പൊരി ഒന്ന് പാഞ്ഞിരുന്നെങ്കിൽ ആ യുവജനങ്ങൾ ഇളകി മറിഞ്ഞേനെ. എന്തായിരുന്നു സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇപ്പോൾ ഇന്ന് പാർലമെന്റ് ചേരുന്ന ദിവസമായിരുന്നു, പാർലമെന്റിന് ചുറ്റും ജന്തർ മന്ദറിലും ഒക്കെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ CJPയെ, കോക്രോച്ചുകളെ നേരിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഡൽഹിയിലെ പോലീസ് അറിയാമല്ലോ, കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ബലമാണ് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ അവരെ നേരിട്ടത് സമര പന്തല് തന്നെ പൊളിച്ചു മാറ്റി. അതായത് അടിയോടെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ. അത് ഇവർ ഇത്തരത്തിലൊരു പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ അതൊരു മികച്ച സമയമായി കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടി എന്നുള്ളതാണ് പ്രധാനം.